ഹായ് ഓൾ വീഡിയോനാണ് ഇന്ന് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും 5 മാർക്ക് സമ്മാനമായി കിട്ടാൻ പോകുന്ന അതായത് ഈ ഒരു ചോദ്യം പഠിച്ചാൽ 5 മാർക്ക് മോഡൽ എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിലും ഓണം എക്സാം ആണെങ്കിലും ക്രിസ്മസ് എക്സാം ആണെങ്കിലും എല്ലാ എക്സാമിനും സ്ഥിര സാന്നിധ്യമായ 5 മാർക്കിന്റെ ഒരു ചോദ്യം പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതാണ് ആ ടോപ്പിക് എന്നുള്ളത്. വാ നോക്കാം. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, സോ എന്താണ് ഈ പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ദിസ് ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. അതായത് നമ്മുടെ +1 നമ്മൾ പഠിച്ച പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിന്റെ എക്സ്റ്റൻഷൻ ആണ്. പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് ഇതിൽ പറയുന്നുണ്ട് ആൻഡ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പാർട്ട്നേഴ്സ്. അതായത് നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുക്കുന്നത് എന്നുകൂടി കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എല്ലാവർക്കും ഓക്കെ ആണ്, എല്ലാവർക്കും സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഇവിടെ ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഫേമിൽ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. എന്താണ് ഈ നെറ്റ് പ്രോഫിറ്റ്? നമ്മുടെ കമ്പനിയുടെ ലാഭവിഹിതമാണല്ലേ. സോ കമ്പനി ലാഭം കണ്ടുപിടിച്ച് വെച്ചു. എത്രയാണ് കമ്പനിയുടെ ലാഭം? 1,20,000 രൂപയാണ് കമ്പനിയുടെ ലാഭം എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മുടെ കമ്പനി എന്ത് ചെയ്തിട്ടില്ല? സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തുടങ്ങിയ സംഭവങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, ഈ നെറ്റ് പ്രോഫിറ്റിനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് കമ്പനി ലാഭം കണ്ടുപിടിച്ചു, എന്നാൽ എന്ത് മറന്നു പോയിട്ടുണ്ട് കമ്പനിക്ക്? പാർട്ട്നേഴ്സിന് എന്ത് കൊടുത്തിട്ടില്ല? സാലറി കൊടുത്തിട്ടില്ല. 10,000 റുപ്പീസ് പാർട്ട്ണർക്ക് സാലറി കൊടുക്കാനുണ്ട്. എന്നാൽ എന്തുണ്ട്? ഒരു കമ്മീഷൻ കൊടുക്കാനുണ്ട്. എത്രയാണ്? ഒരു 15,000 റുപ്പീസ്, 15,000 രൂപ എന്ത് കൊടുക്കാനുണ്ട്? കമ്മീഷൻ കൊടുക്കാനുണ്ട്. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കാം. ഇമാജിൻ, ഒരു 5,000 റുപ്പീസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും എന്ത് ചെയ്യാനുണ്ട്? കൊടുക്കാനുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ത് ചെയ്യാനുണ്ട്? ഒരു 5,000 റുപ്പീസ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ സിമ്പിളി ഒന്ന് ആലോചിച്ച് നോക്കേ, സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ ഫേമിന് എന്തുണ്ട്? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, ഇങ്ങനെ ലാഭത്തിന്റെ വിഹിതം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ എന്ത് ചെയ്തിട്ടില്ല? ഫേമിന്റെ ചില എക്സ്പെൻസുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നെറ്റ് പ്രോഫിറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ 1,20,000 കൃത്യമായ പ്രോഫിറ്റ് ആയിരിക്കോ? എന്താണ് ആക്ച്വലി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫേമിന്റെ ഇൻകത്തിൽ നിന്നും എല്ലാ എക്സ്പെൻസിനെയും കുറച്ച് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ്. റൈറ്റ്? ഇവിടെ എന്ത് ചെയ്യാനുണ്ട്? ഫേം ചില ഇൻകത്തെയും ചില എക്സ്പെൻസിനെ മറന്നു പോയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആക്യുറേറ്റ് ആയിട്ടുള്ള ആക്ച്വൽ എമൗണ്ട് ഓഫ് പ്രോഫിറ്റിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ കണ്ടുപിടിച്ച പ്രോഫിറ്റിനെ മാത്രമേ നമുക്ക് എവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല എല്ലാവർക്കും. അങ്ങനെയെങ്കിൽ വാ ഇതിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. അതായത് നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ്, അതേപോലെ നെറ്റ് പ്രോഫിറ്റ്. ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെയാണ് റെക്കോർഡ് ചെയ്യുക. ഡെബിറ്റ് സൈഡ് നമ്മൾ എന്തിനാണ് റെക്കോർഡ് ചെയ്യുക? സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റിസർവ്സ്. ഈ ഒരു ഐറ്റത്തേക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, പഠിക്കാനൊരു സിമ്പിൾ ടിപ്പ് പറഞ്ഞാലോ? എന്നാ പിടിച്ചോ, ഇത് പഠിക്കാനുള്ള സിമ്പിൾ ടിപ്പാണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഫേമിൻ്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, നമ്മളാണ് ഇവിടെ ബിസിനസ്. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വരുന്ന ബിസിനസ് വരുന്ന എല്ലാ ലോസിനെയും അതായത് എക്സ്പെൻസിനെയും നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. എന്തിനു റെക്കോർഡ് ചെയ്യും? എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. എന്നാൽ ഫേമിൻ്റെ ഇൻകം ആണെങ്കിൽ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും, അതിനെ ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. ഇതാണ് അപ്രോപ്രിയേഷൻ പഠിക്കാനുള്ള സിമ്പിൾ ടിപ്പ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഒന്ന് ആലോചിച്ചേ, നമ്മളാണല്ലോ ബിസിനസ്, ഉറപ്പല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരാൾക്ക് സാലറി കൊടുക്കുന്നു. എക്സ്പെൻസ് അല്ലേ? എവിടെ റെക്കോർഡ് ചെയ്യും? പാർട്ട്നർ സാലറി, ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. ഇനി കമ്മീഷൻ. എന്താ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് കമ്മീഷൻ കൊടുക്കുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ ഫേമിന് എക്സ്പെൻസ് അല്ലേ? എവിടെ റെക്കോർഡ് ചെയ്യണം? ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സിന് സാലറി നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. എക്സ്പെൻസ് അല്ലേ? എവിടെ റെക്കോർഡ് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ടിപ്പ് ഇതാണ്. എക്സ്പെൻസ് ആണെങ്കിൽ ഫേമിൻ്റെ എക്സ്പെൻസ് ആണോ എവിടെ റെക്കോർഡ് ചെയ്യണം? നമ്മൾ ഇറ്റ് ഷുഡ് ബി റെക്കോർഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. അയ്വാ, എന്തൊരു സിമ്പിളാ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ ഇൻകത്തിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലോ, ഇൻകം ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെക്കോർഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഫേമിന് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് എന്തെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ, അതായത് നമ്മൾ ബിസിനസ് അപ്പം നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് എന്തെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇതിന് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ക്ലിയർ? ദെൻ ആസ് യൂഷ്വൽ നോർമലി നമ്മൾ എന്ത് ചെയ്യുക? അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ദെൻ കിട്ടുന്ന പ്രോഫിറ്റിനെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ലോസ് ആണെങ്കിൽ കൂടി എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതാണ് ഫോർമാറ്റ്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. സോ ഒന്നും കൂടി പറയുന്നത്, അപ്പം എന്തിനാ പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഫേമിൽ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ നെറ്റ് പ്രോഫിറ്റിനായിട്ട് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും? കുറച്ച് എക്സ്പെൻസുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ടാവും. അതുപോലെ കുറച്ച് ഇൻകംസും അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആക്യുറേറ്റ് ആയ പ്രോഫിറ്റ് എത്രയാണോ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്
പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഒന്നാമത്തെ പരിപാടി. സെറ്റല്ല എല്ലാവർക്കും? വാ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചേ. രാജൻ ആൻഡ് സാജൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. സോ രാജൻ്റെയും സാജൻ്റെയും റേഷ്യോ 2:1 എന്നാണ് റേഷ്യോ. ഓക്കെ, ബാക്കി നോക്കാം. ദർ ക്യാപിറ്റൽ ബാലൻസ് ആസ് ഓൺ 1/4/2022 വാസ് 4 lakh and 3 lakh റെസ്പെക്റ്റീവ്ലി. സോ അവരുടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയാണ്? 4 lakhും 3 lakhുമാണ്. നോക്കാം. ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ്സ് ദാറ്റ് രാജൻ ഈസ് ടു ബി പെയ്ഡ് സാലറി 2,000 പെർ മന്ത്. അതായത് രാജൻ എന്ത് കൊടുക്കാനുണ്ട്? 2,000 പെർ മന്ത് സാലറി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അയവാ, നൈസ് അല്ലേ? നെക്സ്റ്റ് നോക്കാം. ആൻഡ് സാജൻ ഈസ് ടു ഗെറ്റ് എ കമ്മീഷൻ ഓഫ് ₹10,000 ഫോർ ദ ഇയർ. സാജൻ എന്ത് കൊടുക്കാനുണ്ട്? ഒരു വർഷത്തേക്ക് 10,000 രൂപ കമ്മീഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? കൊടുക്കേണ്ടതായിട്ടുണ്ട്. സെറ്റല്ലേ? ബാക്കി നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് 8% പെർ ആനം. അതായത് 8% നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത്. ബാക്കി നോക്കുകയാണെങ്കിൽ ദ ഡ്രോയിങ്സ് ഓഫ് രാജൻ ആൻഡ് സാജൻ വേർ എങ്ങനെ? ദ ഡ്രോയിങ്സ് ഓഫ് രാജൻ ആൻഡ് സാജൻ ഫോർ ദ ഇയർ എൻഡർ വേർ 30,000 ആൻഡ് 10,000 റെസ്പെക്റ്റീവ്ലി. അവർ വിഡ്രോ ചെയ്ത എമൗണ്ട് എത്രയാണ്? 30,000 റുപ്പീസും 10,000 റുപ്പീസുമാണ്. നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ രാജൻസ് ഡ്രോയിങ്സ് വാസ് 750 ആൻഡ് സാജൻസ് ഡ്രോയിങ്സ് വാസ് 250. ഓക്കെ, ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഫേം ബിഫോർ മേക്കിംഗ് ദിസ് അഡ്ജസ്റ്റ്മെന്റ് വാസ് 1,82,000. ഓക്കെ, പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ കൊടുത്തുള്ളത് എന്ന് കണ്ടെത്താന്നുള്ളതാണ്. സിമ്പിളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ? നോക്കിയേ, ഏറ്റവും അവസാനം എന്ത് കൊടുത്തിട്ടുണ്ട്? ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ബിഫോർ മേക്കിംഗ് ദിസ് അഡ്ജസ്റ്റ്മെന്റ്. അതായത് ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തുന്നതിന് മുൻപേ ഉള്ള പ്രോഫിറ്റ് ആണ്. പറഞ്ഞാലും ക്ലിയർ അല്ലേ? എങ്ങനെ? ഈ അഡ്ജസ്റ്റ്മെന്റ് പാർട്ട്ണർക്ക് സാലറി കൊടുക്കുന്നതിന് മുൻപേ ഉള്ള പ്രോഫിറ്റ് ആണ് എത്ര? ഈ ഒരു 1,82,000. അപ്പോൾ അത് ആക്ച്വൽ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇനി ആക്ച്വൽ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സോ നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടി? 1,82,000 കിട്ടി. നോക്കിയേടാ, നമ്മൾ ഫോർമാറ്റ് പ്രകാരം നോക്കിയേ. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ ഒരു ചാടി കയറി നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. എന്താണ്? നെറ്റ് പ്രോഫിറ്റ്. സോ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ബ്രാക്കറ്റിൽ നെറ്റ് പ്രോഫിറ്റ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എത്ര എമൗണ്ട്? 1,82,000. 1,82,000 രൂപ നമുക്ക് എന്തായിട്ട് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യേണ്ടത്? ഈ പ്രോഫിറ്റോ ലോസോ കണ്ടെത്തിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ദെൻ 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞ ഓരോരോ ഐറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. ആദ്യം എന്താ പറഞ്ഞത്? ക്യാപിറ്റൽ ബാലൻസ് 4 lakhും 3 lakhും. നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ്? ഇതിവിടെ കൊടുത്തുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളിവിടെ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നെക്സ്റ്റ് ബാക്കി നോക്കാം. The partnership provides that Rajan is to be paid a salary 2,000 per month. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2,000 പെർ മന്ത് ആണ്. ഒരു മാസമാണ് 2,000 രൂപ സാലറി കൊടുക്കുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ കൊണ്ട് പ്രിപ്പയർ എപ്പോഴാണ്? ആനുവലി ആണ്, ഒരു വർഷത്തിലാണ്. അപ്പം സിമ്പിളായിട്ട് ആലോചിച്ചേ. നമ്മുടെ രാജേട്ടന് എത്ര സാലറി ഉണ്ടാവും? സാലറി ടു രാജൻ എത്ര ഉണ്ടാവും സാലറി? 2,000 രൂപയാണ് ഒരു മാസം. അപ്പം ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ട് കുട്ടികളെ? 12 മാസം. അയ്യവാ, സെറ്റല്ലേടാ? സെറ്റല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര വരും? 24,000 രൂപയായിരിക്കും ആർക്ക് വരാം? 24,000 രൂപയായിരിക്കും സാലറി വരാം. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. സോ സാലറി നമ്മൾ എവിടെയും റെക്കോർഡ് ചെയ്യാം. ഒന്ന് ആലോചിച്ചേ. സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലേ? നമ്മുടെ പാർട്ട്ണർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. സോ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. എവിടെ റെക്കോർഡ് ചെയ്യും? നമ്മൾ സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യും ഡെബിറ്റ് സൈഡ്, അതായത് എക്സ്പെൻസ് സൈഡ് റെക്കോർഡ് ചെയ്യും. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? സാലറി ടു രാജൻ. എത്രയായിരുന്നു എമൗണ്ട്? 24,000 രൂപ. അയ്വാ, ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സെറ്റ്. ഇനി ബാക്കി നോക്കാം. അടുത്തായിട്ട് എന്തായിരുന്നു? സാജൻ ഈസ് ടു ഗെറ്റ് എ കമ്മീഷൻ ഓഫ് 10,000 ഫോർ ദി ഇയർ. അതായത് സാജൻ എന്ത് കിട്ടാനുണ്ട്? 10,000 രൂപ കമ്മീഷൻ കിട്ടാൻ. ഫോർ ദി ഇയർ അല്ലേ? ഒരു വർഷത്തേക്കാണ്. സോ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. സോ നമ്മൾ എന്ത് പറഞ്ഞു ചെയ്തും? കമ്മീഷൻ എഗെയിൻ എക്സ്പെൻസ് ആണ്. സോ നമ്മൾ എന്ത് പറഞ്ഞു ചെയ്തും? കമ്മീഷൻ. എക്സ്പെൻസ് സൈഡിൽ കമ്മീഷൻ ടു സാജൻ. എത്രയായിരുന്നു എമൗണ്ട്? 10,000 റുപ്പീസ് റെക്കോർഡ് ചെയ്തു. അയ്യോ സൂപ്പർ. രണ്ടും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. സാലറിയും റെക്കോർഡ് ചെയ്തു, കമ്മീഷൻ റെക്കോർഡ് ചെയ്തു. ഇനി എന്താ ബാക്കിയുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് 8% പെർ ആനം. അതായത് 8% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത് അല്ലേ? അങ്ങനെയെങ്കിൽ എന്തിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്? ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിലാണ്. അതാണ് ചോദ്യത്തിന് ആദ്യം തന്നത്. എന്ത്? രാജൻ്റെ ക്യാപിറ്റൽ 4 ലക്ഷവും സാജൻ്റെ ക്യാപിറ്റൽ 3 ലക്ഷം രൂപയാണെന്ന് ആദ്യം പറഞ്ഞത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ 8% എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു
രാജൻ എത്രയായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരാം? 4 ലക്ഷമാണ് രാജൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലേ? സോ 4 lakh ഇൻറ്റു 8/100 എത്ര വരും? 32,000 റുപ്പീസ് ആയിരിക്കും വരാം. ഇനി അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു സാജൻ എത്രയായിരിക്കും വരാം? 3 ലക്ഷം രൂപയാണ് എന്ത് നമ്മുടെ സാജൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ? സോ 3 ലക്ഷം ഇൻറ്റു 3 ലക്ഷമാണ് ക്യാപിറ്റൽ ഇൻറ്റു 8/100 എത്ര വരും? 24,000 റുപ്പീസ് ആയിരിക്കും എന്ത് വരാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ രാജൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കിട്ടി, സാജൻ്റെയും കിട്ടി. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന ഫേമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് അല്ലേ? അപ്പോൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യുക? ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. എവിടെ റെക്കോർഡ് ചെയ്യുക? ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. ഓക്കെ അല്ലേ എല്ലാവർക്കും? എത്രയായിരിക്കും വരാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാരണം ഫേമിൻ്റെ എക്സ്പെൻസ് ആണല്ലേ. സോ നെക്സ്റ്റ് രാജൻ എത്ര ഉണ്ടായിരുന്നു? 32,000 റുപ്പീസാണ് രാജന്. ദെൻ സാജൻ എത്ര ഉണ്ടായിരുന്നു? 24,000 റുപ്പീസാണ്. ടോട്ടൽ എത്ര വരും? 56,000 റുപ്പീസ് എന്ത് വന്നു മക്കളെ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വന്നു. അയ്വാ നെക്സ്റ്റ് അത് കഴിഞ്ഞു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ ഇനി? ഓക്കെ, ദ ഡ്രോയിങ്സ് ഓഫ് രാജൻ ആൻഡ് സാജൻ ഫോർ ദ ഇയർ 30,000 ആൻഡ് 10,000 റെസ്പെക്റ്റീവ്ലി. ചോദിക്കട്ടെ, ഡ്രോയിങ്സ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാ? എടാ ഇത് പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ എന്താ പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ? പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. നമ്മൾ +1 പഠിച്ച കാര്യമാണ്. ഡ്രോയിങ്സ് ഒക്കെ നമ്മൾ എവിടെയായിരുന്നു റെക്കോർഡ് ചെയ്തിരുന്നത്? +1 ബാലൻസ് ഷീറ്റിലല്ലേ? അത് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ക്ലിയർ. അപ്പോൾ ഇവിടെ എന്തിനാണ് കൊടുക്കുന്നത്? ഇവിടെ ഡ്രോയിങ്സ് കൊടുത്ത റീസണ് നേരത്തെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ച പോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ, എല്ലാവർക്കും സെറ്റാന്ന് വിചാരിക്കുന്നു. സോ ഈ ക്വസ്റ്റ്യന് ബാക്കി നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ രാജൻസ് ഡ്രോയിങ്സ് വാസ് 750 ആൻഡ് സാജൻസ് ഡ്രോയിങ്സ് വാസ് 250. അതായത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചോദ്യത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് എത്ര? 250 രൂപയും 750 രൂപയാണെന്നുള്ളത്. എന്നാൽ ചില ചോദ്യങ്ങൾ പേഴ്സൻറ്റേജ് ആയിട്ടായിരിക്കും തരാം. അതായത് നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ചില്ലേ? എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ക്യാപിറ്റലിലെ എമൗണ്ട് ഇൻറ്റു പേഴ്സൻറ്റേജ്. അതേപോലെ ചില ചോദ്യങ്ങൾ എന്ത് തരും? നമ്മൾ ഇവിടെ തന്ന പോലെ ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് തരും, ദെൻ പേഴ്സൻറ്റേജും തരും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എമൗണ്ട് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. 750 രൂപയാണ് രാജൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാജൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 250 രൂപയുമാണ് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻകം അല്ലേ? അപ്പോൾ എവിടെയൊക്കെ റെക്കോർഡ് ചെയ്യുക? ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. സെറ്റ് എവിടെ റെക്കോർഡ് ചെയ്യും? ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. സോ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, രാജൻ എത്രയാണ്? 750 ആണ്. ദെൻ സാജൻ 250 ആണ്. ടോട്ടൽ എത്ര വന്നു? 1000 വരും. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യും? ഇനി എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാൻ ബാക്കിയുണ്ടോ? ഇല്ല. ഇനി നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്ത് 1,82,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ, ഒന്ന് ബാലൻസ് ചെയ്യുന്ന സമയത്ത് 1,83,000 റുപ്പീസ് ആയിരിക്കും സം ടോട്ടൽ വരാം. ഓക്കെ അല്ലേ? 1,83,000 റുപ്പീസ് ആയിരിക്കും എന്ത് വരാം? ടോട്ടൽ എമൗണ്ട് വരാം. സോ ജസ്റ്റ് എ സെക്, 1,83,000 സോ 1,83,000 മൈനസ് ഇവിടുത്തെ എമൗണ്ട്, ഡെബിറ്റ് സൈഡിലെ എമൗണ്ട്. ക്ലിയർ അല്ലേ? സോ ബാലൻസ് എമൗണ്ട് നമുക്ക് എത്ര വെച്ചാണെങ്കിൽ 93,000 റുപ്പീസ് ആയിരിക്കും ബാലൻസ് എമൗണ്ട് വരാം. അതെങ്ങനെ കിട്ടി? അതായത് 24,000 പ്ലസ് 10,000 എത്ര? 34,000 പ്ലസ് 56,000 എത്ര വരും? 90,000 അല്ലേ? 34 പ്ലസ് 556 90,000. അതായത് ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ 90,000 റുപ്പീസ് ആണ്, ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലോ 1,83,000 റുപ്പീസുമാണ്. സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റും? ഹയസ്റ്റ് വാല്യൂ 83 ആണ്. സോ 83 രണ്ട് സൈഡിലേക്കും റെക്കോർഡ് ചെയ്തു. ദെൻ മൈനസ് 83,000 മൈനസ് ഡെബിറ്റിലെ ടോട്ടൽ എത്ര? 90,000. ബാലൻസ് എത്ര വന്നു? 93,000 വന്നു. ഇതിനെയാണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ആക്ച്വൽ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കേ, ആദ്യം നമ്മൾ എന്ത് കരുതി? 1,82,000 ആണ് പ്രോഫിറ്റ് എന്ന് കരുതി അല്ലേ? എന്നാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? പാർട്ട്നേഴ്സിനുള്ള സാലറിയും കമ്മീഷനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് മനസ്സിലായി? ശരിക്കും 1,82,000 പ്രോഫിറ്റ് ഇല്ല അല്ലേ? ആക്ച്വലി എത്രയേ ഉള്ളൂ? 93,000 റുപ്പീസ് ആണ് എന്ത് ആക്ച്വൽ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ? ഇനി ഈ 93,000 റുപ്പീസിനെ നമുക്ക് ആർക്ക് വിരിച്ചു കൊടുക്കണം? നമ്മുടെ പാർട്ട്നേഴ്സിന് വിരിച്ചു കൊടുക്കണം. ആണോടാ മക്കളെ? ആരൊക്കെയായിരുന്നു നമ്മളെ പാർട്ട്നേഴ്സ്? രാജനും സാജനും. സോ നമ്മൾ എന്ത് പറഞ്ഞതും രാജൻസ് ക്യാപിറ്റൽ. ഓക്കെ, അതേപോലെ തന്നെ സാജൻസ് ക്യാപിറ്റൽ. ഓക്കെ, ഒന്ന് നൈസായിട്ട് നോക്കിയേ, ഇതിപ്പോൾ എങ്ങനെ വിരിച്ചു കൊടുക്കുക? ഈക്വൽ ആയിട്ടാണോ? അല്ല, ചോദ്യത്തിൽ റേഷ്യോ തന്നിട്ടുണ്ടോ നോക്കാം. സ്റ്റാർട്ടിങ് തന്നെ ക്വസ്റ്റിന് പറഞ്ഞു 2:1 ആണ് റേഷ്യോ എന്നുള്ളത് അല്ലേ? സോ നമ്മൾ ഈ പ്രോഫിറ്റിന് എന്ത് കൊടുക്കണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? പ്രോഫിറ്റ് ടു രാജൻ എത്രയായിരിക്കും ഉണ്ടാവുക?
നെറ്റ് പ്രോഫിറ്റ് 93,000 റുപ്പീസിൽ അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയത്. സോ 93,000 ഇൻറ്റു എൻ്റെ രാജൻ്റെ റേഷ്യോ എത്രയാണ്? 2/3. എത്ര വരും? 62,000 രൂപയായിരിക്കും രാജന് കിട്ടാം. ഓക്കെ, അതേപോലെ തന്നെ പ്രോഫിറ്റ് ടു സാജൻ എത്രയായിരിക്കും പ്രോഫിറ്റ് കിട്ടുക? 93,000 റുപ്പീസാണ് നമ്മൾ എന്ത് കിട്ടിയത്? ആക്ച്വൽ എമൗണ്ട് പ്രോഫിറ്റ് കിട്ടിയത് ഇൻറ്റു സാജൻ്റെ ഷെയർ 1/3. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എത്ര കിട്ടും? 31,000 കിട്ടും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നൈസായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് നമുക്ക് നൈസായിട്ട് റെക്കോർഡ് ചെയ്യാം. എത്ര? 62,000 റുപ്പീസും 31,000 റുപ്പീസും. ഓക്കെ, ഇങ്ങനെയാണ് മക്കൾ എന്ത് റെക്കോർഡ് ചെയ്യല്? 5 മാർക്കിന് പ്രോഫിറ്റ് ഉള്ള സെപ്പറേറ്റ് ഓപ്പറേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യല്. എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് മനസ്സിലായിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യല്? പ്രോഫിറ്റ് ഉള്ള സെപ്പറേറ്റ് ഓപ്പറേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സോ ട്രിക്ക് എന്താണ്? എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം? ഇറ്റ് ഷുഡ് ബി റെക്കോർഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ് അല്ലേ? ഇൻകം ആണെങ്കിൽ, ഫേമിൻ്റെ ഇൻകം ആണെങ്കിൽ എവിടെ റെക്കോർഡ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. സോ എല്ലാവർക്കും ഓക്കെ ആണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള കണ്ടന്റ് വീഡിയോസിന് വേണ്ടി എന്ത് ചെയ്യാം മക്കളെ? നമ്മുടെ സൈലം +2 കൊമേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്ക്. സോ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം, വീണ്ടും ഏറ്റുമുട്ടാം. ഓൾ ദ ബെസ്റ്റ്.